ഹലോ, വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലിങ്ങുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? നിങ്ങൾ അവരെ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇനി കണ്ടുമുട്ടാൻ പോവുകയാണോ? അതങ്ങനെയാണെങ്കിൽ എപ്പോഴാണ്? എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാരേജിന് ശേഷമുള്ള റിലേഷൻഷിപ്പ്? എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കാൻ പോവാണ്, ഡീറ്റെയിൽ ആയി തന്നെ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ദ എംപ്രസ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 ദ സൺ. ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ജെന്റൽനെസ് റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസൊനേറ്റഡ് ആവുന്നത്. ഓൾസോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് എനർജീസ് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക. പേഴ്സണലായിട്ട് റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൃത്യതയോട് കൂടിയിട്ട് ഏറ്റവും ആക്യുറസിയിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. കാരണം അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. ഇവിടെ ഒരുപാട് എനർജി ഉള്ളത് കൊണ്ട് തന്നെ മിക്സ്ഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 70% ഒക്കെ റെസൊനേറ്റഡ് ആവുന്നതുമായിരിക്കും. ഓക്കെ, യെസ്, നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 1 എംപ്രസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഇതൊരു ജെന്റൽനെസ് റീഡിംഗ് ആണ്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്? അവരുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അവരുടെ ഒരു എനർജി എന്താണ്? നിങ്ങൾ എപ്പോഴായിരിക്കും മീറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് നോക്കാം. Who is your future spouse? Group number 1. Wow, I'm excited to read this. 11th house. Oh, wow. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങളുടെ ഒരു നോൺ സർക്കിൾ എന്നുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് മുൻപ് പരിചയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഇനി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ത്രൂ, അതല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിക് ഫംഗ്ഷന് പോയി മീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രപ്പോസൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലിയോ. വാവ്, ലിയോ ബോൺ ആയിരിക്കാം, ലിയോ സോഡിയാക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ നക്ഷത്രം വരുന്നത് മകം, പൂരം, ഉത്രം ആദ്യ ഭാഗം എന്നുള്ള രീതിയിലായിരിക്കാം. അവരുടെ സോഡിയാക്കില് ലിയോ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ദി ആർ എ ബോൺ ലീഡർ എന്ന് നമുക്ക് പറയാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ പവർഫുൾ, വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു ഫെയിം ഒക്കെ ഉള്ള ഒരു ആളായിരിക്കാം. മേ ബി ഒരു സെലിബ്രിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഈവൻ a person with a government job. Solar flare. ഓക്കെ, എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉള്ള ഒരു വ്യക്തിയാണ്, ഈവൻ ഡ്യൂറിങ് ഡിസ്ട്രസ് ടൈം. 5th house, ഡബിൾ 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 കൺഫർമേഷൻ ദാറ്റ് ദിസ് ഇസ് എ ലവ് മാരേജ്. നിങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് ഒരു ലവ് മാരേജ് ആണ്. ബോട്ടം എനർജി, ഓപ്പോസിഷൻ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 7th ഹൗസ് എടുക്കാം, കൺഫ്രണ്ടേഷൻ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്കിതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻസും കൂടെ എടുക്കാം. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. അത്രയും സ്ട്രോങ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ പോലും ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. 8 of inspiration. ഓക്കെ, more cards. The Hierophant. Yes, you are destined to get married. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു മാരേജ്, അത് 9 of emotions. Oh my god, വിഷ് ഫുൾഫിൽമെന്റ് പോലെ ഒരു റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾക്ക് എത്ര ബ്യൂട്ടിഫുൾ ഒരു കണക്ഷൻ ആണിത്.
Six of Wands. Okay, yes. And bottom energy. 10 of Materials. Oh my God, ഇതിലും കൂടുതൽ എന്ത് സ്റ്റെബിലിറ്റി, എന്ത് അഷുറൻസ്. വാവ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. അതുപോലെ നിങ്ങളൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട്, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധം, എന്നാൽ എല്ലാവർക്കും സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു ഫാമിലി ലൈഫായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഐ സ്ട്രോങ്ലി ഫീൽ എ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരു മാരേജിന് ശേഷം നിങ്ങൾക്ക് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങാനോ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് കുറേ കാര്യങ്ങൾ സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുമുള്ള വ്യക്തികളാണ്. യെസ്, നിങ്ങളൊരു വർക്ക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ വെച്ച് കണ്ട് പരിചയപ്പെടുന്നവരായിരിക്കാം. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ത്രൂ ഫ്രണ്ട്സ് ത്രൂ അതൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ഭാഗമായിരിക്കും. നിങ്ങൾ രണ്ട് വ്യക്തികളും ആസ് എ കപ്പിൾ, ആസ് എ പെയർ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സമയം ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ആനിമൽ എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ സർക്കിൾ, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു പാർട്ട്ണറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഈ ഒരു വ്യക്തിയെ കണ്ടു കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഒരു പോസിബിൾ പൊട്ടൻഷ്യൽ പാർട്ട്ണറെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നത്. ഇഫ് യു ആർ വെരി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ധാരണ കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ ഒരു ഹെൽപ്പ് ഇവിടെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ഒരു പെയറെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു പെയറാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പായിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ സംസാരങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ എനർജി ഡൈല്യൂട്ട് ആവാതെ നോക്കുക. അതായത് നിങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ഒരു എനർജി ഈസ് ഓൾസോ വെരി സ്ട്രോങ് ആൻഡ് ദിസ് പേഴ്സൺസ് എനർജി ഈസ് ഓൾസോ വെരി സ്ട്രോങ്. സോ നിങ്ങൾ രണ്ടുപേരും തന്നെ വളരെ ഡിസയറബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് താല്പര്യമുള്ള മറ്റു വ്യക്തികൾ അവർ നിങ്ങൾക്കിടയിൽ, നിങ്ങൾ തമ്മിൽ റിലേഷനിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധ്യതയും കൂടെ നമുക്ക് ഇവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതികൾ എന്താണ് എന്നുള്ള കൃത്യമായ ഒരു എനർജി ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുമായിട്ടൊരു സേഫ് ബൗണ്ടറി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻറ്റിമസി കൂടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ, എസ്പെഷ്യലി ഒരു സോഷ്യൽ സർക്കിളിൽ അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പരസ്പരം ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓൾസോ 5th ഹൗസ് വന്നിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് ഈ ഒരു ബന്ധം ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. കാരണം ഈ വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക്കും കൂടെ ആണ്, വളരെ റെസ്പോൺസിബിൾ ആണ്, വളരെ കേപ്പബിൾ ആണ്, വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ ഈ പേഴ്സണ് അവരുടെ വർത്ത് അറിയുന്ന ഒരു വ്യക്തിയാണ്. സ്വയം ഞാൻ എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഈഗോ അവരുടെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. സൺ ഇസ് ഓൾവേസ് എൻ ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ്. കാര്യം സൺ ഇസ് റോയൽ, സൺ ഇസ് കിങ്. അപ്പോൾ ആ ഒരു എനർജി ഉണ്ട്. മറ്റുള്ളവരെല്ലാം എന്നെക്കാട്ടിലും ഒരുപടി താഴെയാണ് എന്നുള്ളൊരു തോട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈവൻ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും
നിങ്ങൾ ഈക്വൽസ് ആണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണ് എന്നുള്ളത് പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടി എഫേർട്സ് എടുക്കേണ്ടി വരിക നിങ്ങളായിരിക്കും. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുന്നോട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. കാരണം ഇതൊരു സോൾ ടു സോൾ കണക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഈ സോൾ ടു സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഡീപ്പ് റൂട്ടഡ് ആണ്. അത് ബാഹ്യമായ കാര്യങ്ങളിൽ പെട്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ടെങ്കിലും, ബ്രേക്കായി പോയാൽ പോലും ഈ ആത്മബന്ധം എന്ന് പറയുന്നത് മാറി പോകുന്നില്ല. പക്ഷെ ഈഗോയുടെ പേരിൽ സെപ്പറേഷൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. കാരണം രണ്ടുപേർക്കും ഈ വ്യക്തിക്കും അതെ നിങ്ങൾക്കും അതെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ചേർത്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ എഫേർട്സ് അതിന് കൊടുക്കുക. ഇഫ് ദിസ് ഇസ് യുവർ വിഷ് ഫുൾഫിൽമെന്റ്, യു ഹാവ് ടു ഡു വാട്ട് എവർ ടു കീപ് ദിസ് വിത്ത് യു. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പോലെ ഒരു റിലേഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുള്ളത് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളിൽ തന്നെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്സ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. 5th ഹൗസ് ഇസ് യുവർ ക്രിയേറ്റീവ് ഹൗസ്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ കണക്ഷൻസ്, സെക്ഷൽ ഇൻറ്റിമസി, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഹൗസാണ്. സോ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു യൂണിയനിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. മേ ബി നിങ്ങളൊരു സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ രണ്ടുപേരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിൽ താല്പര്യമുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒന്നിച്ച് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഈവൻ നിങ്ങളുടെ ചൈൽഡ് ബർത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു സിംഗർ ആയിരിക്കാം, ഈ വ്യക്തി ഒരു ഡാൻസർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റ് ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരും ഡിസൈൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സപ്പോസ് എൻജിനീയേഴ്സ് ആയിരിക്കാം, ഒരേ ഇഷ്ടങ്ങളുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കാം, ഈ വ്യക്തി ഒരു സിവിൽ എൻജിനീയർ ആയിരിക്കാം. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി, അങ്ങനെ സംതിങ് വെരി സ്പെഷ്യൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ഈ ലോകത്തിലേക്ക്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു വാവ് ഫാക്ടർ ഉണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാനുണ്ട്. ഇവിടെ എംപ്രസ് കാർഡും വന്നിരിക്കുന്നത് ഈ ക്രിയേറ്റീവ് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്താണ് എന്നും കൂടെ നോക്കാം. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 കാർഡ്സ്. വിൽ ടേക്ക് 2 കാർഡ്സ്. ഈഗിൾ സ്പിരിറ്റ് ആൻഡ് വെയിൽ സ്പിരിറ്റ്. ഓക്കെ, അഗെയിൻ ഈ ഒരു വെയിൽ സ്പിരിറ്റിനെ നമുക്ക് എംപ്രസുമായിട്ട് തന്നെ ചേർത്ത് വെക്കാം. ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട്, ഒരു ചൈൽഡ് ബർത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തമ്മിൽ ഒരു ചൈൽഡ് ബർത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. സോ ഇത് റീഡ് ചെയ്യുന്ന വ്യക്തി ആരാണെങ്കിലും അത് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നമുക്കത് കൺഫേം ചെയ്യാം. എന്നാൽ ഈ വ്യക്തി കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് അത്ര പെട്ടെന്നൊന്നും പിടിതരാത്തൊരു വ്യക്തിയാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളെയും, അത് ഡ്രീംസ് ആണെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിനെയും ചേസ് ചെയ്ത് നേടിയെടുക്കുന്നതിൽ ഒരു ത്രില്ല് കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് വളരെയധികം എംപതി ഉള്ള ഒരു വ്യക്തിയാണ്, വളരെ സ്നേഹം നിറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു ലിയോ ആണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. കാര്യം എക്സ്പ്രഷൻ ഉണ്ടാവില്ല, സ്നേഹം ഉള്ളിലായിരിക്കും, അതിൻ്റെ കൂടെ മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ ആകുമ്പോഴത്തേനും ഒട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈഗോ മാത്രമായിരിക്കും പുറത്ത് കാണുക. സോ ഈ വ്യക്തിയുടെ ഉള്ളിൽ പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്തൊരു വ്യക്തിത്വമാണ്. ആൻഡ് ഫോക്കസ് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി.
വളരെ ഫോക്കസ് ആവശ്യമുള്ള കോൺസെൻട്രേഷൻ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എക്സ്ട്രാ ഓർഡിനറി വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. റൈറ്റ് ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട് ഈ പേഴ്സണ്. സോ അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റ്സ് പലപ്പോഴും നേടിയെടുക്കാൻ പറ്റാത്തൊരു നിരാശയും ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പൊട്ടൻഷ്യലിനെ മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു ക്ഷമ അത് അവർക്ക് പലപ്പോഴും ഇല്ലാത്ത ഒരു വ്യക്തി. എനിക്കിവിടെ ലിയോ ആണെങ്കിലും എനിക്ക് ഹൈ മാഴ്സ് എനർജി ഉണ്ടാകുന്നുണ്ട്. അതായത് വളരെ ആക്റ്റീവാണ് ഈ പേഴ്സൺ. ഫിസിക്കൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോഗ അല്ലെങ്കിൽ ഡാൻസ് ഫോംസ് ഇതെല്ലാം എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരിക്കാം. ഒരു എനർജി അവരുടെ ഒരു എനർജി ചാനലൈസ് ചെയ്യാൻ കുറച്ച് സ്വെറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. കാര്യം അത്രയും ഫിയേഴ്സ് എനർജി ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ കോൾഡ് എനർജിയും ഉണ്ട്. ഒരു മാഴ്സ് ആൻഡ് സാറ്റേൺ എനർജി കോമ്പിനേഷൻ ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് സാറ്റേൺ ഇസ് അറ്റ് ദ സെയിം ടൈം വെരി സ്ലോ ആൻഡ് കോൾഡ് ആൻഡ് മാഴ്സ് ഇസ് വെരി സ്ട്രോങ് ഹോട്ട് ആൻഡ് ഫാസ്റ്റ്. ദേഷ്യം, അഗ്രഷൻ ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട്. സോ ഇത് ഇവരുടെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സൺ എനർജി ഇസ് ദയർ. ആ സൺ എനർജി ഇസ് വെരി സ്ട്രോങ്. അത് കേപ്പബിലിറ്റീസ് ഉണ്ട്, അതോറിറ്റേറ്റീവ് പവർ ഉണ്ട്. ദേ കൻ ഹാൻഡിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തിയാണ്. ദേ ഹാവ് ആൻ ആംപിൾ എമൗണ്ട് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ക്ലൂസ് നോക്കാം. ഇവരുടെ സോഡിയാക് ഏതൊക്കെ വരും? നമുക്ക് 3 എണ്ണം എടുക്കാം. ഇതിലേതെങ്കിലും ആകാം അവരുടെ സോഡിയാക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 സ്കോർപിയോ, ലിയോ. എഗെയിൻ ലിയോ, ഡബിൾ കൺഫർമേഷൻ ആണ്. സ്കോർപിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. മാഴ്സ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. അത് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് സ്കോർപിയോ എന്ന് പറയുമ്പോൾ തന്നെ മിസ്റ്ററി ആണ്. വാട്ടർ ആൻഡ് മാഴ്സ് എനർജി വളരെ മിസ്റ്റീരിയസ് ആണ്, വളരെ ഇൻറ്റൻസ് ആണ്, വളരെ സെൻഷ്വൽ ആണ്. ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. ഭയങ്കര റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും. ആൻഡ് ലിയോ എന്ന് പറയുമ്പോൾ ഫയർ എനർജി. അവർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ദേ വിൽ ബി ദി സെന്റർ ഓഫ് അട്രാക്ഷൻ. അത് അങ്ങനെ ആക്കി എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. ആൻഡ് കുറച്ച് ഡ്രമാറ്റിക് ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഹാപ്പി ഡെഫിനറ്റ്ലി വൺ മോർ കാർഡ്. ആൻഡ് ക്യാൻസർ, വാവ്, മൂൺ എനർജി, വെരി ഇമോഷണൽ, വെരി സെൻസിറ്റീവ്, ഹീലിംഗ് പവർ. നമുക്ക് ഓൾറെഡി എംപ്രസ് എനർജി വന്നിട്ടുണ്ട്. ഒരു പാരന്റ് ആക്കി ടൈപ്പ് എന്ന് പറയാം. ഭയങ്കര സ്നേഹം ഉള്ളിൽ ഉള്ള വ്യക്തികളാണ്. ഇമോഷൻസിന് പ്രാധാന്യം വളരെ കൊടുക്കുന്ന വ്യക്തികളാണ്. ബട്ട് ദേ ടെൻ ടു ബി മോർ പ്രാക്ടിക്കൽ. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭയങ്കര ഇമോഷണൽ ആണ്, പക്ഷെ ഭയങ്കര പ്രാക്ടിക്കൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ്. ബിക്കോസ് ദേ വോണ്ട് ടു അഷ്യൂർ ദംസെൽഫ് ദാറ്റ് ദേ ആർ പ്രാക്ടിക്കൽ. കാരണം അവർക്ക് തന്നെ ഉള്ളിൽ അറിയാം അവർ ഓവർ സെൻസിറ്റീവ് ആണ്, ഓവർ ഇമോഷണൽ ആണ്. ആൻഡ് ഒരു ഇമോഷണൽ ഫൂൾ ആണ് എന്ന് സ്വയം ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ ആണെന്ന് കാണിക്കാനായിട്ട് പലപ്പോഴും അവരൊരു സ്റ്റോൺ ഫേസ് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇമോഷൻസിൽ പെടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഐ ഡിസയർ, ഐ വിൽ, ഐ ഫീൽ, ഇതൊക്കെയാണ് അവരുടെ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. അവർക്ക് ഭയങ്കര പാഷൻ ഉള്ള വ്യക്തികളാണ്. ആൻഡ് എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള ഒരു സ്റ്റബേർനെസ് ഉള്ള ആൾക്കാരാണ്. ആൻഡ് ഏത് കാര്യം അവരോട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് അത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ആണെങ്കിലും ഐ ക്യാൻ ഫീൽ ഇറ്റ് എന്നുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ ക്ലൂസ് എന്താണ് നമുക്ക്? ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത്തം നക്ഷത്രം വന്നിട്ടുണ്ട്. ഓക്കെ, വെസ്റ്റ് ഡിറക്ഷൻ, മേ ബി വെസ്റ്റേൺ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അതല്ലെങ്കിൽ
വെസ്റ്റേൺ ഡിസ്ട്രിക്ട്സ് അവിടെയൊക്കെയുള്ള വ്യക്തികളായിരിക്കാം. പുണർദം നക്ഷത്രം ഉള്ള ആൾക്കാരായിരിക്കും. പുണർദം ക്യാൻസർ ആണ്, ക്യാൻസർ രാശിയാണ്. ഉത്രാട നക്ഷത്രം അത് ധനു രാശിയാണ്. ആൻഡ് കാർത്തിക മേടം, അശ്വതി മേടം, അശ്വതി നക്ഷത്രം മേടം രാശി. മൂലം നക്ഷത്രം വന്നിട്ടുണ്ട്, ചിത്തിര നക്ഷത്രം വന്നിട്ടുണ്ട്. ആൻഡ് മെയ് മന്ത്, മേ ബി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക മെയ് മന്തിലായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നിങ്ങളുടെ ബർത്ത്ഡേ മെയ്യിലായിരിക്കാം. ലെറ്റർ ഒ, നോർത്ത് ഈസ്റ്റ് ഡിറക്ഷൻ വന്നിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഡിറക്ഷൻ വന്നിട്ടുണ്ട്, നോർത്ത് വെസ്റ്റ് ഡിറക്ഷനും വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു മാരേജ് എപ്പോഴാണ് പോസിബിൾ ആകുന്നത് എന്ന് നോക്കാം. മാരേജ് പോസിബിൾ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി, അതോ ഇനി മീറ്റ് ചെയ്യാൻ പോവാണോ എന്ന് നോക്കാം. ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, സീ ദിസ്, എംപ്രസ്. യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്, എല്ലാവരും ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഓൾറെഡി നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാവുന്നതാണ്. സോൾമേറ്റ് ആണോ? വാവ്, സോൾമേറ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വി ഗോട്ട് ദ സോൾമേറ്റ് കാർഡ്. സോ നിങ്ങൾക്ക് ഈ വ്യക്തി ഐദർ യുവർ സോൾമേറ്റ് ഓർ യുവർ ട്വിൻ ഫ്ലെയിം ആണ്. സോ യു ഓൾറെഡി നോ ദിസ് പേഴ്സൺ. ഈ ഒരു വ്യക്തിയുടെ സോളിനെ നിങ്ങൾക്കറിയാം. ഇത് മാരേജ് എപ്പോഴും പോസിബിൾ ആകുന്ന ഒരു ബന്ധം തന്നെയാണ്. ആ ഒരു മാരേജ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രൈമറി എയിം. വാവ്, എത്ര ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണ്. വാവ്, ഒരു റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഇതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ കാർഡ്സ് വേറെ കിട്ടാൻ ഇല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. വാവ്. ഓക്കെ, നമുക്ക് നോക്കാം എപ്പോഴേക്ക് നിങ്ങളുടെ മാരേജ് പോസിബിൾ ആകും എന്നുള്ള കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാരേജ് കാർഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് വിത്തിൻ 3 months, ഇവിടെ 3 months ചില വ്യക്തികൾക്ക് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനും ഒരു മാരേജ് ഒക്കെ പോസിബിൾ ആകാനും സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് അപ് ടു 3 years എടുക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ അധികം സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾക്ക് ആവശ്യമാണ്. വളരെയധികം മെന്റലി സ്ട്രോങ് ആവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാര്യം നിങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് ചെയ്യാനുള്ള പർപ്പസ് ഒരുപാട് ബിഗർ ആണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ ആസ് എ പേഴ്സൺ വളരെ ഇൻഡിപെൻഡന്റ് ആവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സ്പിരിച്വൽ സ്ട്രെങ്ത് വേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങളുടെ എംപതി, നിങ്ങളുടെ അതോറിറ്റേറ്റീവ് പവറിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ആക്ച്വലി റീയുണൈറ്റ് with this person, with your soulmate in this lifetime again. ബ്യൂട്ടിഫുൾ റീഡിംഗ് ആയിരുന്നു. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വളരെ ലക്കിയാണ്. നിങ്ങൾക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. എത്രത്തോളം ഇതിനു മുമ്പ് നിങ്ങളുടെ പാസ്റ്റ് ഡിസ്ട്രെസ്ഫുൾ ആയിരുന്നു, അത്രയും ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്നുള്ള ഒരു അഷുറൻസ് ആണ് ഇത് ഇവിടെ നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 ദ സൺ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്? നിങ്ങൾ ആളെ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഇനി കാണാൻ പോവാണോ? ഒരു മാരേജ് പോസിബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോൾ, എങ്ങനെ? ഓൾ ദ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? കാപ്രിക്കോൺ. വാവ്, വളരെയധികം ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉള്ള വ്യക്തിയാണ്. ഓപ്പോസിഷൻ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ജൂൺ, നോ പാർട്ട്ണർഷിപ്പ്. വാവ്, ബ്യൂട്ടിഫുൾ എനർജി.
ട്രെയിൻ വന്നിട്ടുണ്ട്. ഗ്രേറ്റ് എനർജി. ആൻഡ് ബോട്ടം എനർജി നമുക്ക് വന്നിരിക്കുന്നത് നോട്ട് ഫ്യൂച്ചർ. ദിസ് പേഴ്സൺ ഇസ് ഓൾറെഡി ഇൻ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ആൾ തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. യെസ്, ഡെഫിനറ്റ്ലി. അതായത് സാധാരണ എല്ലാവരും ഡെസ്റ്റിനിയിലുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ മേജർ സോൾ പർപ്പസ് എന്ന് പറയാം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നോർത്ത് നോഡ് ഇറ്റ്സ് രാഹു. രാഹു റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ സോൾ പർപ്പസിനെയാണ്. സോ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ പർപ്പസിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്രയും ചാലഞ്ചിങ് ആയിരിക്കും അവിടേക്ക് എത്തിപ്പെടാൻ. അതായത് ഈ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെടാനും, എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനും അത്രയും ബുദ്ധിമുട്ട് ആയിരിക്കും. പക്ഷെ അത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. വാവ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ എൻലൈറ്റ്മെന്റ് അവിടെ നടക്കും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ജേർണി ഉണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് സോൾ പർപ്പസുകൾ റിവീൽ ചെയ്യപ്പെടും. അതായത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഭയങ്കര ഡെസ്റ്റൈൻഡ് ആണ്. ഇത് അത്യാവശ്യമാണ്. വി ഗോട്ട് പാർട്ട്ണർഷിപ്പ്. ഇത് ജൂണോ എന്ന് പറയുമ്പോൾ ജൂപ്പിറ്റർ ആൻഡ് ജൂപ്പിറ്റേഴ്സ് വൈഫാണ്, സാറ്റേൺസ് ഡോട്ടർ. അപ്പം ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ ഇവർക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ലോകത്തിലേക്ക്. ഷീ ഈസ് എ പേഴ്സൺ ഹു ഇസ് വെരി ഓർഗനൈസ്ഡ്. ഒരു 10 പേരെ ഓർഗനൈസ് ചെയ്ത് നിർത്താനൊക്കെ ഉള്ള കേപ്പബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പം ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നുണ്ടായ ഒരു വിസ്ഡം ലോകത്തിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. ദിസ് ഇസ് എ വെരി സ്പിരിച്വൽ കണക്ഷൻ. ഭയങ്കര സ്പിരിച്വൽ കണക്ഷൻ ആണിത്. ഇത് ശരിക്കും ഇങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാവേണ്ടത്. അപ്പം ഒരു മാരേജ് നോക്കുന്ന സമയത്ത് പലപ്പോഴും യു ഹാവ് ടു ഗെറ്റ് മാരീഡ് ടു ദ പേഴ്സൺ യു ലവ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മാരി ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളൊരു മാരേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ച് പ്രായമായതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടോ, നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ടോ എല്ലാവരും മാരി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ഈ ഒരു ഏജിൽ മാരി ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഫോഴ്സ്, ഒരു പ്രഷർ കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചോയ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയോ, എങ്ങനെയാണ് നിങ്ങൾ ഈ ചോയ്സ് എല്ലാം ഉണ്ടാക്കുന്നത്? സോ അതിലൊന്നും നിങ്ങളുടെ ഹൃദയം അവിടെ ഇല്ല. ഉള്ളതിനെ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇൻ ദ ലോങ് റൺ അതൊരു കമ്മിറ്റ്മെന്റ് മാത്രമായി തീരും, അതങ്ങനെ അവസാനിക്കും. പക്ഷെ അങ്ങനെ അവസാനിക്കേണ്ടവരല്ല നിങ്ങൾ. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് വളരെയധികം സോൾ എൻലൈറ്റ്മെന്റ്. ഇവിടെ നമുക്ക് സൺ കാർഡാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. മാരേജ് ഇസ് ജസ്റ്റ് വൺ തിങ്. ഇപ്പം നമുക്ക് ജീവിതത്തിൽ ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു കാര്യമാണ് മാരേജ്. ആ മാരേജിന് നിങ്ങൾക്ക് മറ്റ് 9 കാര്യങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. എന്നാൽ മറ്റ് 9 കാര്യത്തിനും ഈ മാരേജിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട്. സോ എപ്പോഴും ഒരു യൂണിയൻ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് പരസ്പരം സ്നേഹിച്ചിട്ടും പരസ്പരം സോൾ കണക്ഷൻ ഉള്ളവരും തമ്മിലാണ് ഉണ്ടാവേണ്ടത്. എങ്കിലാണ് ആ ഒരു സോൾ എൻറിച്ച്മെന്റ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മറ്റ് 9 കാര്യങ്ങൾ വളരെ സോൾഫുൾ, സോള് കൊടുത്ത്, ഹൃദയം കൊടുത്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് നന്നാവുമ്പോഴാണ്. മാരേജ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാം. എന്നാൽ ഡിവൈൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് അങ്ങനെയാണ്. ഒരു എണ എങ്കിലും അവന് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ത്രൂ ഒരു ഹോം ക്രിയേറ്റ് ചെയ്യുക, റീപ്രൊഡക്ഷൻ ഉണ്ടാവുക, മുന്നോട്ടുള്ള ജനറേഷൻസിനെ സസ്റ്റെയിൻ ചെയ്യുക, അതൊക്കെ ഇതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പസുകളിൽ ഒന്ന് മാത്രമാണ്. സോ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ വിസ്ഡം ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും രീതിയിൽ ഒരു മാരേജ് കഴിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ കൊണ്ടുപോവുക എന്നുള്ളതിനുപരിയായിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ, നിങ്ങൾക്ക് സോൾഫുൾ ആയിട്ട് തോന്നുന്ന ഒരു കണക്ഷൻ, നിങ്ങളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു കണക്ഷൻ ആണിത്. ഇവിടെ നമുക്ക് ഓപ്പോസിഷൻ ആണ്. അതായത് 180 ഡിഗ്രിയിൽ നിങ്ങൾ പരസ്പരം നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്കോർപിയോ ആണ് നിങ്ങൾ എങ്കിൽ ടോറസ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് 180യിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ
സ്കോർപിയോസ് മാർസ് ആൻഡ് ടോറസ് ഇസ് വീനസ് എനർജി. സോ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ ഉണ്ട്. വീനസ് എന്ന് പറയുന്ന എർത്ത് എലമെന്റ് ആൻഡ് സ്കോർപിയോസ് വാട്ടർ എലമെന്റ്. വളരെ അധികം മെറ്റീരിയലിസ്റ്റിക്കൽ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കണക്ഷൻ ആയിരിക്കും, ഒരു ഓപ്പോസിഷൻ ആയിരിക്കും മാർസ് ആൻഡ് ടോറസ് തമ്മിലുള്ളത്. ഇവരുടെ ഈ സ്കോർപിയോയുടെ ഒരു മാർസ് എനർജിയും, അതായത് ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജവും ഇൻവെസ്റ്റിഗേഷൻ പവറും ഒക്കെ, റിസർച്ച് ഓറിയന്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കീറി പരിശോധിക്കാൻ ഭയങ്കര മിടുക്കാണ് അവർക്ക്. അതുപോലെ തന്നെ വീനസ് എനർജി എന്ന് പറയുമ്പോൾ വളരെ ക്രിയേറ്റീവാണ്, ഒരുപാട് അബണ്ടൻസ് നേടിയെടുക്കാൻ സാധിക്കും. ഇൻറ്റ്യൂട്ടീവ് എനർജി വളരെ സ്ട്രോങ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ എനർജിയും ഇൻറ്റ്യൂഷൻ എനർജിയും കൂടെ ചേർന്ന് കഴിയുമ്പം ഇവർ തമ്മിൽ ഒരു പുറത്തേക്ക് കൊടുക്കുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞ ഒരു എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. സോ അങ്ങനെയുള്ള കണക്ഷൻസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ വേണ്ടത്. അല്ല പരസ്പരം വഴക്കുണ്ടാക്കുന്ന കണക്ഷൻസ് അല്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഫോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. ബിക്കോസ് ജീവിതം ഒന്നേ ഉള്ളൂ. കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി വി ഹാവ് കുറേ പാസ്റ്റ് ലൈഫ്സ്. പക്ഷെ ഇത് ഏതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഓർമ്മയിൽ നിലനിൽക്കുന്നത് ഈ ഒരൊറ്റ ജന്മം മാത്രമാണ്. സോ ഈ ജന്മം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ദ ബെസ്റ്റ് എന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ചൂസ് ചെയ്യുക. അവിടെ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, ആൻഡ് ഈ ഒരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് ആണ് ഉണ്ടാവുന്നത്, ഇതും നിങ്ങൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈ കാപ്രിക്കോൺ എടുത്ത് പറയുന്നത് ഇമോഷണലി നിങ്ങൾ നിൽക്കുന്നതിനോടൊപ്പം ലോജിക്കലി ഈ ഒരു കണക്ഷനെ കാണണം. കാര്യം ഒരുപാട് വിസ്ഡം നേടാനുണ്ട്, അറിവ് നേടി നിങ്ങൾക്ക് ഈ പാർട്ട്ണർഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആക്ച്വലി നമുക്കത് ഗ്രൂപ്പ് നമ്പർ 1 കുറേയൊക്കെ സിമിലർ ആണ്. കാരണം ഒരു മാരേജിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഇവിടെ എടുത്ത് പറയുകയാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്ക് സന്തോഷവും നമ്മൾ സമൂഹത്തിലേക്ക് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ടും ചെയ്യണം, അതായത് കർമ്മപരമായിട്ട്. അതല്ലാതെ ഒരു പാർട്ട്ണർ വർക്ക് ചെയ്യുക, ഫിനാൻഷ്യൽ ബർഡൻ മുഴുവൻ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുക, വീട്ടിലെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളെല്ലാം വേറൊരാൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളൊക്കെ ബ്രേക്ക് ചെയ്ത് ഈക്വൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ എല്ലാത്തിൻ്റെ അകത്തും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുക. അത് ജോലിയിലാണെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സിലാണെങ്കിലും ഫിനാൻഷ്യൽ മാറ്റേഴ്സിലാണെങ്കിലും ഒക്കെ തന്നെ. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് നിങ്ങളുടെ പാർട്ട്ണർ ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ യു ഹാവ് ടു ഡു ദ പേയ്മെന്റ്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഇൻഡിപെൻഡൻ്റ്ലി വളരണം. അതായത് രണ്ടുപേർക്കും ആ പരസ്പരമുള്ള ഇൻഡിപെൻഡൻസും ഇൻഡിവിജ്വാലിറ്റിയും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ആസ് എ കപ്പിൾ ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി സമൂഹത്തിലേക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സമൂഹത്തിൽ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഒന്നാണ്, ജസ്റ്റ് വൺ സിംഗിൾ എൻറ്റിറ്റി എന്നുള്ള ഒരു രീതിയിലാണ്. ബിക്കോസ് യു ആർ ബെറ്റർ ഹാഫ് എന്നാണ് പറയുക. സോ രണ്ടുപേരും ഒന്നിക്കുമ്പോഴാണ് അത് ഒരു സിംഗിൾ യൂണിറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്കിടയിൽ തന്നെ ആ സെപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യില്ല എന്നുള്ള ഒരു എനർജിയാണ്. നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് നോക്കാം. യെസ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. 10 ഓഫ് ഇൻസ്പിറേഷൻ. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വളരെ മടി പിടിച്ചും സ്വന്തമായിട്ടൊരു സെൽഫ് ലവ് ഇല്ലാതെ മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാരേജ്, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര ബേർഡൻ ആവും എന്നുള്ളതാണ്. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് 5 ഓഫ് ഇമോഷൻസ്. യെസ്, ഇത് പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് നേരത്തെ വന്നിട്ടുള്ളതായിരിക്കാം. ആൻഡ് ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫോർമാറ്റിലേക്കാണ് ഈ മാരേജ് ഉണ്ടാവേണ്ടത്. അതിന് രണ്ട് പാർട്ട്നേഴ്സിന്റെ സൈഡിൽ നിന്നും രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പരസ്പരം അറിവില്ലായ്മ കൊണ്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഇതാണ്, ഈ ഒരു ടൈപ്പാണ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ വളരെ കണ്ടീഷൻഡ് ആയിട്ട് നിങ്ങളുടെ പാരൻസും അവരുടെ പാരൻസും ഒക്കെ ജീവിച്ചു വന്നിരുന്ന ഒരു രീതിയിലേക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ
അതിന് ഈ സെപ്പറേഷൻ നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിലും അതിനൊരു റീയൂണിയൻ ഉണ്ടാവില്ല. എഗെയിൻ ഇപ്പം ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് സെപ്പറേഷൻ ആണെങ്കിൽ അതിനൊരു റീയൂണിയൻ നടക്കില്ല. സോ യൂസ് ഓഫ് മെറ്റീരിയൽസ്, യെസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്. അതായത് മെറ്റീരിയലിസ്റ്റിക്കലി ഇൻഡിവിജ്വലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം. അതായത് ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടി പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കരുത് ഇത്. അത് ഭയങ്കര നിർബന്ധമുള്ളൊരു സെനാരിയോ ആണ് ഈ ഒരു റീഡിങ്ങിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പരസ്പരം ഫിനാൻഷ്യലി, മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാം, തിരിച്ച് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഡിപ്പെൻഡൻസി ആൻഡ് സപ്പോർട്ടിങ് ഇസ് ഡിഫറെൻറ്റ്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്ത് ഓൾറെഡി, പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് ആവശ്യമായ സമയത്ത് ഒരു ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ പാർട്ട്ണർ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നോ, ഞാൻ എൻ്റെ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യും ഈവൻ ഇഫ് ദേ ആർ ഡിപ്പെൻഡൻറ്റ്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ. പക്ഷെ യൂണിവേഴ്സ് അതല്ല നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു സെപ്പറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് പറയാണ്. 5 ഓഫ് മെറ്റീരിയൽസ് എഗെയിൻ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണോ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്, പാർട്ട്ണർഷിപ്പ് ഇസ് എൻ ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഓൾവേസ്. അതൊരു മാസ്റ്റർ സ്ലീവ് കോൺസെപ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല, ഈ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക് ആവില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ട്രൈൻ സെക്സ്റ്റൈൽ കോമ്പിനേഷൻ കാണിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കൊളാബറേഷൻ നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ട് ചെയ്യാനുണ്ട്, കമ്പൈൻഡ് ആയിട്ട് ചെയ്യാനുണ്ട്, ഒരു ബാക്കപ്പ് പ്ലാൻ ആകാം. പരസ്പരം നിങ്ങൾ ഒരു ബാക്കപ്പ് പ്ലാൻ ആകുക. അതായത് മെറ്റീരിയലിസ്റ്റിക്കൽ നീഡ്സിനാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്, മെറ്റീരിയലിസ്റ്റിക്കലി ആണ്. സോ നിങ്ങൾക്കൊരു ലാക്ക് വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പാർട്ട്ണറിനൊരു ലാക്ക് വരുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കണം. 60 ഡിഗ്രീസ് എപ്പാർട്ട് ആണ് ഈ ഒരു ട്രൈൻ എന്ന് പറയുമ്പോൾ. സോ ഇത് ബേസിക്കലി സെയിം എലമെന്റ് വരും. നമുക്ക് ഇവിടെ ഓപ്പോസിഷൻ വന്നിട്ടുണ്ട്, ഡിഫറെന്റ് എലമെന്റ് ആണ്. പക്ഷെ ഇവിടെ ട്രൈൻ വരുമ്പോൾ അത് സെയിം എലമെന്റ് ആയിരിക്കും. ലൈക്ക് ഫയർ എനർജി, അല്ലെങ്കിൽ വാട്ടർ എനർജി, എയർ എനർജി, അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം ഇവിടെ വരുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ടീവ് ആകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. യു ആർ ലൈക്ക് ബെസ്റ്റ് ബഡീസ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു പാർട്ട്ണർഷിപ്പാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമുക്ക് നോക്കാം. അമഡിലോ സ്പിരിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ബൗണ്ടറീസ്. ഓക്കെ, wombat spirit, be at home. Okay, set healthy boundaries and be at home. അതായത് ഈ ഒരു വ്യക്തി വളരെ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കണം. ഒരു മാസ്ക് ചെയ്യാതെ സത്യസന്ധമായിട്ടൊരു ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരസ്പരം എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയണം. പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വാലിറ്റി പരസ്പരം ഡിസോൾവ് ആക്കാതെ ഇരിക്കണം. ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് ഇൻഡിവിജ്വൽ സ്പേസ് അവിടെ ഉണ്ടാവണം. അത് നിർബന്ധമായും ഈ റിലേഷൻഷിപ്പിൽ അത് ഉണ്ടാവണം. നോ പറയേണ്ടടുത്ത് നോ പറയുകയും അഗ്രി ചെയ്യേണ്ടടുത്ത് അഗ്രി ചെയ്യുകയും ചെയ്യണം. എന്നാൽ അവിടെ ഒരു ഡിസഗ്രിമെന്റ് നോ പറയുന്ന സമയത്ത് ഒരു ഇഷ്യൂ ആവാതെയും നോക്കണം. അതായത് ബി അറ്റ് ഹോം എന്നാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓൺ സ്കിന്നിൽ ഓൺ ഒപ്പീനിയൻസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ പാർട്ട്ണറിനോട് സംസാരിക്കാനുള്ള സ്പേസ് പരസ്പരം കൊടുക്കുകയും വേണം. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ എനർജി ആൻഡ് ഐ എം ലവിങ് ദിസ് എനർജി. നിങ്ങളുടെ പേഴ്സന്റെ സോഡിയാക്സ് നമുക്ക് നോക്കാം. 3 കാർഡ്സ് നമുക്ക് എടുക്കാം, ഏത് സോഡിയാക്സിൽ ഉള്ളവരായിരിക്കും എന്നുള്ളത്. We'll take 3 cards. Okay. Taurus energy വന്നിട്ടുണ്ട്, Taurus zodiac വന്നിട്ടുണ്ട്. And Pisces, one more, Scorpio.
ഓക്കെ, ടോറസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ വീനസ് എനർജി ആണ്. വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്, വളരെ പ്രാക്ടിക്കൽ ആണ്. മെറ്റീരിയലിസ്റ്റിക്കൽ അബണ്ടൻസ് നേടാനായിട്ട് വളരെയധികം പ്രാപ്തിയുള്ളവരാണ്. അതുപോലെ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, ലക്ഷറി സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും. ആൻഡ് പൈസസ് എന്ന് പറയുമ്പോൾ വളരെ വിസ്ഡം ഉള്ള, നമുക്ക് ഓൾറെഡി മാസ്റ്റർ കാർഡ് സൺ വന്നിട്ടുണ്ട്. സൺ ആൻഡ് ജൂപ്പിറ്റർ എനർജി എന്ന് പറയുമ്പോൾ അറിവാണ്, എൻലൈറ്റ്മെന്റ് ആണ്, ന്യായാധിപനായിരിക്കും. ഇതൊരു ലോ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഹി മൈറ്റ് ബി എ ടീച്ചർ, അല്ലെങ്കിൽ ഒരു ഗുരു സ്ഥാനത്തിരിക്കുന്ന, ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പാകത്തിന് ഉള്ള അറിവുള്ള വ്യക്തിയായിരിക്കാം. വളരെ അധികം വിസ്ഡം ഉള്ളിലുള്ള ആളാണ്. ആ വ്യക്തിക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ഒരുപാട് അഡ്വൈസസ് ഉണ്ടായിരിക്കും, ഒരുപാട് ലേൺഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. ബിക്കോസ് ദിസ് സോൾ ഇസ് എ വെരി ലേൺഡ് സോൾ. അതുപോലെ വളരെ ന്യായപരമായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രോബ്ലം അവരുടെ മുന്നിലേക്ക് രണ്ട് കൂട്ടരും എന്നൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്തും നിൽക്കാതെ ന്യൂട്രലായി നിന്നുകൊണ്ട് ആ ന്യായം കണ്ടെത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അഗൈൻ സ്കോർപിയോ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് എനർജി ഉള്ളവരാണ്, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, അധികം എക്സ്പ്രസ് ചെയ്യില്ല. അവരിങ്ങനെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കരമായ താല്പര്യമുള്ളവരാണ്. എന്നാൽ അതോടൊപ്പം അവരവരുടെ മനസ്സിലുള്ളത് അവർ പുറത്ത് എക്സ്പ്രസ് ചെയ്യുകയുമില്ല. വളരെ ബുദ്ധി ഉള്ള വ്യക്തികളായിരിക്കും, ഇൻറ്റൻസ് ആയിരിക്കും, അവരുടെ ഷാർപ്പായിരിക്കും അവരുടെ ഇമോഷൻസ് ആൻഡ് ബുദ്ധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് കൂടുതലായിട്ടുള്ള ക്ലൂ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു കാർഡ് വന്നു. Okay, we got this much. Okay. തിരുവോണം നക്ഷത്രം നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ വന്നിട്ടുണ്ട്. അനിഴം നക്ഷത്രം ഓൾറെഡി സ്കോർപിയോ വന്നിട്ടുണ്ട്. ഉത്രം നക്ഷത്രം വന്നിട്ടുണ്ട്. അതുപോലെ മകം നക്ഷത്രം സൺ എനർജി വന്നിട്ടുണ്ട്, ലിയോ. ആൻഡ് സൗത്ത് വെസ്റ്റ് അത്തം നക്ഷത്രം വന്നിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ആൻഡ് ലെറ്റർ ജെ. വിൽ ടേക്ക് സം മോർ കാർഡ്സ്. ലെറ്റേഴ്സ് നോക്കാം. ലെറ്റർ ബി, ലെറ്റർ ഡി, ലെറ്റർ പി, ലെറ്റർ എക്സ്. പൂരാടം നക്ഷത്രം വന്നിട്ടുണ്ട്, ഉരുട്ടാതി നക്ഷത്രം, ജൂൺ ലെറ്റർ എഫ്, പൂയം നക്ഷത്രം, ചതയം, ആയില്യം നക്ഷത്രം വന്നിട്ടുണ്ട്, വെസ്റ്റ് ഡിറക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ക്ലൂസ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണോ, ഇനി നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവുകയാണോ, മാരേജ് എപ്പോഴാണ് പോസിബിൾ ആവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 അബൌട്ട് യുവർ ഫ്യൂച്ചർ സ്പൗസ്. നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെയാണോ? യെസ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, 2 ഓഫ് കപ്സ്. ഇനി ഗ്രൂപ്പ് നമ്പർ 1 ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പ് നമ്പർ 2 കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ 2 കാർഡും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, കാരണം ഒരുപാട് സിമിലർ എനർജീസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 കൂടെ കണ്ടു നോക്കാവുന്നതാണ്. ഇവിടെ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരു കപ്പിൾ ആയിരുന്നിരിക്കാം. പ്യോർ ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ, വളരെയധികം സ്നേഹമുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഈ ലൈഫിൽ മാരേജ് പോസിബിൾ ആണോ? യെസ്, പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ വല്ലാതെ ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ വേണ്ട ഡിസിഷൻസ് എടുക്കുന്നില്ല. വാട്ട് ഡിസിഷൻ യു ആർ ടേക്കിംഗ് എന്നുള്ളതാണ്. എംപ്രസ് എനർജി വന്നിട്ടുണ്ട്. വിത്തിൻ 2 to 3 ഇയേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു മാരേജ് പോസിബിൾ ആകുന്ന ഒരു എനർജി തന്നെയാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലല്ല നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി കാണുന്നത് എങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ നമ്മൾ ആ ഡിസ്കസ് ചെയ്ത രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ പോകണം എന്നുള്ളത് കണ്ടീഷനിങ് ഒക്കെ മറന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.